ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു ലേണിനോ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ KTU ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിന്റെ ഒരു റിവിഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് മൊഡ്യൂൾ 1 ആൻഡ് 2 വരുന്ന പാർട്ട് എയിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയറിൽ ചോദിച്ചതും കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് അടുത്തത് മൊഡ്യൂൾ 1ന്റെ പാർട്ട് ബി നോക്കുന്നുണ്ട്, മൊഡ്യൂൾ 2ന്റെ പാർട്ട് ബി നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു 6-7 വീഡിയോസ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു റിവിഷൻ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മൊഡ്യൂൾ 1 ആൻഡ് 2ന്റെ പാർട്ട് എയിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് വൺ നോക്കൂ. അപ്പൊ പാർട്ട് എ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ ഒരു 3 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 3 to ആ ഒരു റേഞ്ചിൽ വരുന്ന മാർക്കിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ നോക്കൂ. ഡിഫൈൻ ആക്റ്റീവ്, റിയാക്റ്റീവ് ആൻഡ് അപ്പാരന്റ് പവർ ഇൻ ആൻ AC സർക്യൂട്ട്. ഒരു AC സർക്യൂട്ടിൽ വരുന്ന ആക്റ്റീവ് പവർ എന്താണെന്നോ റിയാക്റ്റീവ് പവർ എന്താണ്, അപ്പാരന്റ് പവർ എന്താണ്. ഓക്കെ, ഈ 3 ടേമുകളെ കുറിച്ചിട്ടാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആക്റ്റീവ് പവർ എന്താണ്, റിയാക്റ്റീവ് പവർ എന്താണ്, അപ്പാരന്റ് പവർ എന്താണ്, ഇതിന്റെ എല്ലാം കൂടി കമ്പൈൻഡ് ആയിട്ടുള്ള പവർ ഫാക്ടർ എന്താണ്, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരു 3 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം? അപ്പൊ അപ്പാരന്റ് പവർ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒരു ഇലക്ട്രിക്കൽ പവർ നമ്മൾ ലോഡ് ടെർമിനലിലേക്ക് കൊടുക്കുന്നത്, അല്ലെ, ഒരു ലോഡ് ടെർമിനലിലേക്ക് കൊടുക്കുന്ന മാക്സിമം ഇൻപുട്ട് പവർ എന്താണോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അപ്പാരന്റ് പവർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഇലക്ട്രിക് മോട്ടോർ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ മെഷീൻ ആണ്. ഇലക്ട്രിക്കൽ എനർജിനെ ഒരു മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ മെഷീനെയാണ് നമ്മൾ ഇലക്ട്രിക് മോട്ടോർ എന്ന് പറയുന്നത്. അപ്പൊ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സെക്കൻഡിൽ ട്രാൻസ്ഫർ ആകുന്ന എനർജി എന്താണോ അതിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. അപ്പൊ അപ്പാരന്റ് പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം ഇലക്ട്രിക് പവർ നമ്മൾ ഒരു സപ്ലൈ ആയിട്ട്, ഒരു ഇൻപുട്ട് സപ്ലൈ ആയിട്ട് കൊടുക്കുന്ന ആ ലോഡ് ടെർമിനൽ അല്ലെങ്കിൽ ആ ഒരു ടോട്ടൽ ഇൻപുട്ട് പവർ ആയിട്ട് കൊടുക്കുന്ന എന്താണോ അതിനെയാണ് നമ്മൾ അപ്പാരന്റ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, വോൾട്ട് ആംപിയർ അതല്ലെങ്കിൽ കിലോ വോൾട്ട് ആംപിയർ ആണ്. ഓക്കെ, അപ്പൊ അപ്പാരന്റ് പവർ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ആക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് ഒരു അപ്പാരന്റ്, അതായത് ടോട്ടൽ ഇൻപുട്ട് പവർ എന്ന് പറയുന്നത് ലോഡിലേക്ക് കിട്ടുന്ന ടോട്ടൽ ഇൻപുട്ട് പവറും അത് ഫുൾ ആയിട്ട് നമുക്ക് എന്താണ് വർക്കായിട്ട് കൺവേർട്ട് ആകുന്നില്ല, അല്ലെ, യൂസ്ഫുൾ വർക്കായിട്ട് നമുക്ക് കൺവേർട്ട് ആകുന്നില്ല. അതിൽ ചില പോർഷൻസുകൾ പല ലോസുകളായിട്ട് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് പവറിൽ നിന്നും എത്രത്തോളം പവർ ആണോ ആ ലോഡ് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്, അതല്ലെങ്കിൽ അതിന്റെ വർക്ക് എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് എത്രത്തോളം പവർ ആണോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആക്റ്റീവ് പവർ. ദാറ്റ് മീൻസ് ആക്റ്റീവ് വർക്കിനായിട്ട് നമ്മൾ എത്രത്തോളം പവർ യൂസ് ചെയ്തിട്ടുണ്ടോ അതിനെയാണ് നമ്മൾ ആക്റ്റീവ് പവർ എന്നുള്ള ഒരു ടേമിൽ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് പവറിൽ നിന്നും എത്രത്തോളം യൂസ്ഫുൾ വർക്കിന് വേണ്ടി ആ മോട്ടോർ യൂസ് ചെയ്തിരിക്കുന്നോ അതിനെയാണ് ആക്റ്റീവ് പവർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട്, W അതല്ലെങ്കിൽ കിലോ വാട്ട് ആണ് നമുക്ക് വരുന്ന യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഇലക്ട്രിക് സർക്യൂട്ട്, ഒരു AC ഇലക്ട്രിക് സർക്യൂട്ടില് കുറച്ച് പവർ എന്താവുന്നുണ്ട്, കണ്ടക്ടർ ആ ഒരു റെസിസ്റ്റൻസ് കാരണം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആ ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതിലുണ്ടാകുന്ന റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതിലൂടെ കുറച്ച് പവർ നമുക്ക് ലോസ് ആകുന്നുണ്ട്. കുറച്ച് പവർ എങ്ങനെയാണ്, നമ്മൾ അതിൽ എന്തെങ്കിലും ലാമ്പ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലാമ്പ് കത്തുന്നതിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് എന്തെന്ന് പറയുന്നത്, ഒരു ആക്റ്റീവ് പവർ. നമ്മുടെ എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ആ ഒരു പവർ എന്താണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു യൂസ്ഫുൾ വർക്കിനായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന പവർ എന്താണോ അതിനെയാണ് നമ്മൾ ആക്റ്റീവ് പവർ എന്നുള്ള ഒരു ടേമിൽ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്തതാണ് റിയാക്റ്റീവ് പവർ എന്ന് പറയുന്നത്. അപ്പൊ റിയാക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പറയുന്ന സോഴ്സും ലോഡിലേക്കും ഫ്രണ്ട് ആൻഡ് ബാക്കിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്ന് സോഴ്സിലേക്ക് പോകുന്നുണ്ട്, സോഴ്സിൽ നിന്നും ബാക്ക് ലോഡിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് വർക്കുകൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഓക്കെ, ഒരു യൂസ്ഫുൾ വർക്കും ചെയ്യാതെ കുറച്ച് പവർ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻപുട്ടിൽ നിന്നും ലോഡിലേക്ക് വരുന്നുണ്ട്, ലോഡിൽ നിന്ന് തിരിച്ച് ബാക്കിലേക്കും വരുന്നുണ്ട്, അല്ലെ. ഈ പവറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിയാക്റ്റീവ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, സോഴ്സിൽ നിന്ന് ലോഡിലേക്കും ലോഡിൽ നിന്ന് സോഴ്സിലേക്കും, ഇതിനെയാണ് നമ്മൾ റിയാക്റ്റീവ് പവർ എന്നുള്ള ഒരു ടേമിൽ ഡിനോട്ട് ചെയ്യുന്നത്. അതിന്റെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്, യൂണിറ്റ് എന്ന് പറയുന്നത് VAR അതല്ലെങ്കിൽ kVAR എന്നുള്ള ടേമിലാണ് നമ്മൾ അതിന്റെ യൂണിറ്റിനെ പറയുന്നത്. ഓക്കെ, അപ്പൊ ആക്റ്റീവ് പവർ എന്താണ്, അപ്പാരന്റ് പവർ എന്താണ്, റിയാക്റ്റീവ് പവർ എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു സം ആയിട്ടാണ് നമുക്ക് പവർ ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദി ആക്റ്റീവ് പവർ ടു ദി അപ്പാരന്റ് പവർ, അല്ലെ. ആക്റ്റീവ് പവർ എന്താണോ അതിന്റെ
അപ്പാരന്റ് പവറിന്റെയും തമ്മിലുള്ള ഒരു റേഷ്യോനെയാണ് നമ്മൾ പവർ ഫാക്ടർ എന്ന് പറയുന്നത്. ആക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ട് പവർ അല്ലെ, നമ്മൾ എത്രത്തോളം പവർ ആണോ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത് അതാണ് ആക്റ്റീവ് പവർ എന്ന് പറയുന്നത്. അപ്പാരന്റ് പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്താണോ അതിനെയാണ് നമ്മൾ പറയുന്നത്. സോ അവർ തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പവർ ഫാക്ടർ എന്നുള്ള ഒരു ടേമിൽ നമ്മൾ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ചില കോമൺ ഫാക്ടേഴ്സ് അതുപോലെ പവർ കോമൺ ആയിട്ട് കുറെ ഫാക്ടേഴ്സുകൾ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പവർ ഫാക്ടറിനെ നമ്മൾ ഒരു ഇലക്ട്രിക്കൽ എഫിഷ്യൻസി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമ്മുടെ ലോഡിന്റെ തന്നെ ഒരു ഇലക്ട്രിക്കൽ എഫിഷ്യൻസി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എത്രത്തോളം പവർ ആണോ അത് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മൾ ഈ പറയുന്ന പവർ ഫാക്ടർ ടേമിൽ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, നോക്കൂ, ഇപ്പൊ ഒരു പവർ ഫാക്ടർ നമ്മൾ പറയുകയാണ് 0.7 പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? 70% ഓഫ് ദ ടോട്ടൽ ഇൻപുട്ട് പവർ ആ പറയുന്ന യൂസ്ഫുൾ വർക്കിന് വേണ്ടിയിട്ട് ആ ഒരു ലോഡ് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നു എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, അപ്പൊ പവർ ഫാക്ടർ എന്ന് പറയുന്നത് 0.7 ആണെങ്കിൽ നമ്മളിപ്പോ 100% കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊരു 70% പവർ എത്രത്തോളം ആ ഒരു സർക്യൂട്ട് അല്ലെങ്കിൽ ആ ഒരു ലോഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ യൂണിറ്റി പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പവർ ഫാക്ടർ 1 ആണ് അല്ലെ. അപ്പൊ അവർ തമ്മിലുള്ള റേഷ്യോ എത്രയാണ്? നമുക്ക് 1 ആയിട്ട് കിട്ടിയാലാണ് യൂണിറ്റി പവർ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആക്റ്റീവ് പവർ ടു ദി അപ്പാരന്റ് പവർ തമ്മിലുള്ള റേഷ്യോ ആണ് അല്ലെ. അപ്പൊ രണ്ടും ഈക്വൽ ആകണം. ആക്റ്റീവ് പവറും അപ്പാരന്റ് പവറും ഈക്വൽ ആണെങ്കിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? യൂണിറ്റി പവർ ഫാക്ടർ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇതൊന്നും നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല, ഞാനൊരു അഡീഷണൽ ഇൻഫർമേഷൻ പോലെ പറഞ്ഞതാണ്. ഓക്കെ, അതായത് പവർ ഫാക്ടർ എന്താന്നുള്ളതും യൂണിറ്റി പവർ ഫാക്ടർ എന്താന്നുള്ളതൊക്കെ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ ചിലപ്പോൾ നമുക്കൊരു പ്രോബ്ലത്തിലൊക്കെ ചോദിക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ് ഈ ഒരു ചെറിയൊരു പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. Draw the variation of voltage, current and power in a purely inductive AC circuit and comment on the power consumed. Okay, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു പ്യൂർലി ഇൻഡക്റ്റീവ് AC സർക്യൂട്ടിനെ കുറിച്ചിട്ടാണ്. അതിന്റെ വേരിയേഷൻസ് എല്ലാം നമുക്കൊരു ഡ്രോ ചെയ്ത്, അതായത് ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തിന്റെയൊക്കെയാണ്? വോൾട്ടേജ്, കറന്റ്, പവർ. നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് പ്യൂർലി ഇൻഡക്റ്റീവ് AC സർക്യൂട്ടിനെ കുറിച്ച് അല്ലെ. അപ്പൊ അതിന്റെ പവർ എത്രത്തോളം ആണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ നോക്കാം, ഒരു പ്യൂർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവിടെ ഇൻഡക്റ്റൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അല്ലെ, കപ്പാസിറ്റൻസ് ഉണ്ടാവില്ല, റെസിസ്റ്റൻസ് ഉണ്ടാവില്ല. അതിൽ ഇൻഡക്റ്റൻസിന്റെ കോമ്പണന്റുകൾ മാത്രമാണ് ഉള്ളതെങ്കിൽ നമുക്ക് അതിനെ പ്യൂർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ ഒരു ഫിഗർ നോക്കൂ, ഇവിടെ എനിക്ക് ഈ പറയുന്ന ഇൻഡക്ടർ മാത്രമേ ഉള്ളൂ അല്ലെ, ഒരു സപ്ലൈയും ഈ ഇൻഡക്ടർ മാത്രം ഉള്ളത് കൊണ്ട് നമുക്ക് ഇതിന് എന്തെന്ന് പറയാം? പ്യൂർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് എന്നുള്ള ഒരു ടേമിൽ നമുക്ക് ഇതിനെ ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ഒരു പ്യൂർലി ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ വരുന്ന ആ ഒരു വോൾട്ടേജ്, പവർ, കറന്റിന്റെ ഒരു ഗ്രാഫ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, എനിക്ക് ഈ ബ്ലൂ കളർ എന്ന് പറയുന്നത് വോൾട്ടേജിന്റെ ഗ്രാഫാണ്, റെഡ് എന്ന് പറയുന്നത് കറന്റിന്റെയും, ഈ പറയുന്ന പർപ്പിൾ കളർ എന്ന് പറയുന്നത് പവറിനുമായിട്ടാണ് ഞാൻ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ വോൾട്ടേജും കറന്റും ലാഗിങ് ആണ് അല്ലെ. വോൾട്ടേജിന് ഒരു 90 ഡിഗ്രി, ഇവിടെ നോക്കൂ, വോൾട്ടേജ് എനിക്ക് ഈ ഒരു 90 ഡിഗ്രിയിൽ എത്തുമ്പോഴാണ് കറന്റ് എനിക്ക് ഇവിടെ എത്തിയിരിക്കുന്നത്. സോ 90 ഡിഗ്രി കറന്റ് ലാഗ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? വോൾട്ടേജ് എന്ന് പറയുന്നത് കറന്റിനെ 90 ഡിഗ്രി ലീഡ് ചെയ്യുകയാണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. അപ്പൊ ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ടില് വോൾട്ടേജ് ഈസ് ലീഡിങ് കറന്റ് ബൈ 90 ഡിഗ്രി, അതല്ലെങ്കിൽ തിരിച്ചു പറയാം കറന്റ് ഈസ് ലാഗിങ് 90 ഡിഗ്രി ബൈ 90 ഡിഗ്രി ഫോർ ദ വോൾട്ടേജ് എന്ന് പറയാം നമുക്ക്. ഓക്കെ, അപ്പൊ അവർ തമ്മിലൊരു 90 ഡിഗ്രി ഡിഫറൻസ് ആണ് നമുക്ക് വരുന്നത് ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ. ഇനി നോക്കൂ, ഈ പറയുന്ന വോൾട്ടേജും കറന്റും അതിന്റെ മാക്സിമം വാല്യൂലുള്ള സമയത്തായിരിക്കും എനിക്ക് പവർ എന്ത് കിട്ടുന്നത്? മാക്സിമം കിട്ടുന്നത് അല്ലെ, പീക്ക് വാല്യൂലായിരിക്കും പവർ. ബിക്കോസ് വി നോ ദ ഇക്വേഷൻ ഫോർ പവർ, P is equal to എന്താ വരുന്നത്? V into I എന്നുള്ള ഒരു ഇക്വേഷൻ ആണ്. നമുക്കറിയാം പവർ is equal to VI എന്നുള്ള ഒരു ഇക്വേഷൻ നമുക്ക് അറിയാൻ പറ്റും അല്ലെ. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ എനിക്ക് വോൾട്ടേജ് പീക്കാണ്, അതുപോലെ തന്നെ കറന്റും അതിന്റെ പോസിറ്റീവ് പീക്ക് ആവുമ്പോൾ പവർ എനിക്ക് എന്താണ്? അതേപോലെ തന്നെ പോസിറ്റീവ് പീക്കിലാണ് വരുന്നത്. തിരിച്ച് വോൾട്ടേജും എനിക്ക് നെഗറ്റീവ് പീക്കാണ്, കറന്റും എനിക്ക് നെഗറ്റീവ് ആണെങ്കിൽ പവർ എന്തായിരിക്കും? ഒബ്വിയസ്ലി പവറും എനിക്ക് നെഗറ്റീവ് പീക്ക് വാല്യൂലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ പവർ എന്ന് പറയുന്നത് നെഗറ്റീവ്. കാരണം എന്താന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? നമുക്ക് ആ ഒരു ഫേസ് ഡിഫറൻസ് വരെയാണ്, വോൾട്ടേജിനും കറന്റ് തമ്മിൽ ഉണ്ടാവുന്ന ഫേസ് ഡിഫറൻസ് വരുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന പോസിറ്റീവ് പവറും നെഗറ്റീവ് പവറും കിട്ടുന്നത്. ഓക്കെ, ഇപ്പൊ വോൾട്ടേജ് ഡ്രോപ്പ് ആകുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? കറന്റും ഡ്രോപ്പ് ആകുന്നുണ്ട് അല്ലെ.
അപ്പൊ കറന്റ് അതിന്റെ മാക്സിമം അല്ലെങ്കിൽ പീക്ക് വാല്യൂലാകുമ്പോൾ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും ആ ഒരു ടൈമിൽ നമുക്ക് 0 ആണ് കിട്ടുന്നത്. ഇവിടെ നോക്കൂ, അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ ആ ഒരു 90 ഡിഗ്രി ലാഗിങ് ലീഡിങ് വരുന്നത് അല്ലെ. ഇപ്പൊ നോക്കൂ, എന്റെ വോൾട്ടേജ് മാക്സിമം പീക്കിൽ നിൽക്കുമ്പോൾ കറന്റ് എത്രയാണ് നിൽക്കുന്നത്? 0-ലാണ്. ഇപ്പൊ കറന്റ് എനിക്ക് പീക്ക് വാല്യൂയിൽ നിൽക്കുമ്പോൾ വോൾട്ടേജ് എത്രയായിരിക്കും? 0-ലാണ് കിട്ടുന്നത് അല്ലെ. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ പവർ എന്തായിരിക്കും? 0 ആണ്. കാരണം ഏതെങ്കിലും ഒരു കോമ്പണന്റ് 0 ആണെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി പവർ എത്രയായിരിക്കും വരുന്നത്? 0 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് വരുന്ന ആ ഒരു വോൾട്ടേജ് കറന്റ് പവർ റിലേഷൻ ഫോർ ആൻ പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പറഞ്ഞിട്ടുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ അതിൽ തന്നെ ചോദിച്ചിരിക്കുന്നതാണ് പവറിനുള്ള ഒരു ഇത് ഡിറൈവ് ചെയ്യാനാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് അല്ലെ. പവറിന്റെ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കൂ, നമുക്ക് ഇക്വേഷൻ അറിയാം, P is equal to VI ആണ്. വിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് Vm sin omega t ആണ്. കറന്റ് എന്ന് പറയുന്നത് എന്താണ്? Im sin omega t പ്ലസ് പൈ ബൈ 2 അല്ലെ. ഒരു 90 ഡിഗ്രിയുടെ ഗ്യാപ്പ് വരുന്നത് കൊണ്ടാണ് ഈ ഒരു പ്ലസ് പൈ ബൈ 2 നമുക്ക് വന്നിരിക്കുന്നത്. വോൾട്ടേജും കറന്റും തമ്മിലുള്ള ഒരു പ്ലസ് പൈ ബൈ 2 വരാൻ കാരണം ആ ഒരു ലാഗിങ്ങും അല്ലെങ്കിൽ ആ ഒരു ലീഡിംഗ് പ്രോബ്ലം വരുന്നത് കൊണ്ടാണ് അല്ലെ. അപ്പൊ ഇത് എങ്ങനെ വരും? Vm Im വരുന്നുണ്ട്, sin omega t പ്ലസ് പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ വരുന്നത്? ഇറ്റ് ഈസ് കോസ് ഒമേഗ ടി ആണ് അല്ലെ. അപ്പൊ Vm Im ബൈ 2, അതായത് നമുക്ക് ഇതിനെ നമുക്ക് 2 ഒരു ഡിവിഷനും മൾട്ടിപ്ലിക്കേഷൻ, അതായത് ഈ ഒരു ഇക്വേഷനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. sin 2 sin omega t cos omega t എന്നുള്ളത് എനിക്ക് sin 2 omega t ആക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എടുത്തു, Im by 2 എടുത്തു. അപ്പൊ Vm by root 2 Im by root 2 എടുത്തു into sin 2 omega t വരും അല്ലെ, which is equal to എനിക്ക് എത്ര വരുന്നത്? sin 2 omega t which is equal to പവർ എന്ന് പറയുന്നത് എനിക്ക് 0 ആണ് കിട്ടുന്നത്. അപ്പൊ ഒരു പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ടില് നമുക്ക് എന്ത് പറയാൻ പറ്റും? പവർ എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, ഇതാണ് നമുക്ക് ചോദിച്ചിരിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, ഡിസ്ക്രൈബ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ അല്ലെ. അപ്പൊ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചിരിക്കുന്നത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിക്കൽ ഡിവൈസ് ആണ്. ഒരു എനർജീനെ ഒരു ഇലക്ട്രിക്കൽ ഫോമിൽ നിന്നും നമ്പർ ഓഫ് സർക്യൂട്ടുകളിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ. അതിന്റെ ആൾട്ടർനേറ്റിംഗ് കറന്റിന്റെ ഒരു വോൾട്ടേജിന്റെ ഒരു ലെവലിൽ നിന്നും വേറൊരു ലെവലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ അല്ലെങ്കിൽ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഒരു ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ട്രാൻസ്ഫോമറിൽ നമുക്കറിയാം പ്രത്യേകിച്ച് മൂവിംഗ് പാർട്ടുകൾ ഒന്നും തന്നെ ഇല്ല നമുക്ക് അല്ലെ. അത് വർക്ക് ചെയ്യുന്നത് മാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ വഴിയായിട്ടാണ്. ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട് നമുക്ക്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ വരുന്നുണ്ട്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വരുന്നുണ്ട്, വോൾട്ടേജ്, കറന്റ്, ഓട്ടോ ട്രാൻസ്ഫോമർ, അങ്ങനെ ഒരുപാട് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോമറുകൾ വരുന്നുണ്ട്. നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. അപ്പൊ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ ഇൻക്രീസ് ചെയ്ത് തരും. അതായത് ഒരു 10 വോൾട്ടേജ് ആണ് നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്നതെങ്കിൽ അതിനെ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് ഒരു 15 അല്ലെങ്കിൽ 20 30 അല്ലെങ്കിൽ 230, അതായത് ഇൻപുട്ട് എന്താണോ അതിനേക്കാൾ ഹയർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ അവിടെ ഇവിടെ ഉണ്ടാവുന്ന കറന്റ് ഫ്ലോ എന്തായിരിക്കും? അത് സ്റ്റേബിൾ ആയിട്ട് തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അല്ലെ. ഇൻപുട്ടിൽ നിന്നും ഔട്ട്പുട്ടിലേക്ക് അവർ തമ്മിലുള്ള വേരിയേഷൻ എന്താ? ഇൻപുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറവായിരിക്കും, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് ഹൈ ആയിരിക്കും. അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ നമ്മൾ മെയിൻ ആയിട്ട് പവർ ജനറേറ്റിംഗ് സ്റ്റേഷൻ ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്, പവർ ട്രാൻസ്മിറ്റിംഗ് ആപ്ലിക്കേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ആണ് ഈ ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ വരുന്നത്. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് അതിന്റെ ഒരു പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതാണ് നമുക്കൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ ആ ഒരു വൈൻഡിങ്ങുകൾ വരുന്നത്. ഓക്കെ, നമുക്കറിയാം 2 വൈൻഡിങ്സ് വരുന്നുണ്ട്, പ്രൈമറി വൈൻഡിങ്ങും വരുന്നുണ്ട്, സെക്കൻഡറി വൈൻഡിങ്ങും വരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ നമ്പർ ഓഫ് വൈൻഡിങ് ഇൻ പ്രൈമറി സൈഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ ദി നമ്പർ ഓഫ് വൈൻഡിങ് ഇൻ എ സെക്കൻഡറി വൈൻഡിങ് അല്ലെ. പ്രൈമറി സൈഡിൽ നിന്നും കമ്പയർ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് വൈൻഡിങ് എന്ന് പറയുന്നത് സെക്കൻഡറി സൈഡിനേക്കാൾ കുറവാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇൻപുട്ട് വോൾട്ടേജിനേക്കാൾ ഹയർ ആയിട്ട് ഔട്ട്പുട്ട് സൈഡിൽ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, ഞാൻ കൊടുത്തിരിക്കുന്നത് 6 to 20 കിലോ വോൾട്ട് ആണ് എനിക്ക് ഇൻപുട്ട് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. പക്ഷെ എനിക്ക് ഔട്ട്പുട്ട് എത്ര വന്നിരിക്കുന്നു നോക്കുക, ഏകദേശം 110, അതായത് 110 kV, 220 kV, 410 kV, അങ്ങനെ ഒരു ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ നിന്നും കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ഒരു ആൾട്ടർനേറ്റിംഗ് കറന്റ് ഞാൻ പ്രൈമറി സൈഡിലൂടെ കൊടുക്കുമ്പോൾ അവിടെ ഒരു മാഗ്നറ്റിക്
ഫ്ലക്സ് ആ ഒരു അയൺ കോറിൽ ചേഞ്ച് ആകുന്നുണ്ട്. അതെന്ത് ചെയ്യുന്നുണ്ട്? രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, പ്രൈമറി സൈഡിൽ ഒരു EMF ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയും അതിന്റെ തന്നെ ഒരു ഇൻഡ്യൂസ്ഡ് EMF സെക്കൻഡറി ടേണിങ്സിൽ അല്ലെങ്കിൽ സെക്കൻഡറി വൈൻഡിങ്ങിൽ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു പ്രൈമറി സൈഡിൽ ഉണ്ടാവുന്ന റെസിസ്റ്റൻസിനെ നമ്മൾ ഒരു സീറോ ആയിട്ട് അല്ലെങ്കിൽ നെഗ്ലിജിബിൾ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ബാക്ക് EMF അല്ലെങ്കിൽ ആ ഒരു ബാക്ക് EMF എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന പ്രൈമറിയിൽ കൊടുക്കുന്ന വോൾട്ടേജിന് ഈക്വൽ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, എപ്പോഴാണ് പ്രൈമറി സൈഡിലുള്ള റെസിസ്റ്റൻസിനെ നെഗ്ലിജിബിൾ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ബാക്ക് EMF എന്ന് പറയുന്നത് എന്തിനായിരിക്കും? പ്രൈമറിയിൽ കൊടുക്കുന്ന വോൾട്ടേജിന് ഈക്വൽ ആണ്. അതാണ് ഞാൻ ഇവിടെ ഇക്വേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. V1 is equal to minus N1 d∅/dt. അപ്പൊ വോൾട്ടേജ് 2 ആണെങ്കിലോ സെക്കൻഡറിയിൽ വരുന്നതാണെങ്കിൽ മൈനസ് N2 d∅/dt ആണ് വരുന്നത്. ഓക്കെ, N1 N2 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി വൈൻഡിങ്സും സെക്കൻഡറി വൈൻഡിങ്സും ആണ്. V1 V2 എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈമറി സെക്കൻഡറിയിലും വരുന്ന നമ്പർ ഓഫ് വോൾട്ട് അല്ലെങ്കിൽ വാല്യൂ ഓഫ് വോൾട്ടേജ് ആണ് V1 V2 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ നമ്പർ ഓഫ് വൈൻഡിങ്സ് N2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ N1 ആണ് വരുന്നത്. അതേപോലെ തന്നെ വോൾട്ടേജ് എങ്ങനെയായിരിക്കും? V2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ V1 ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. N2 ഗ്രേറ്റർ ദാൻ N1, അതേപോലെ തന്നെ V2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ V1 ആണ് വരുന്നത്. ഓക്കെ, ഇതാണ് ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതേപോലെ തന്നെയാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അതായത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് വരും. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജിനേക്കാൾ ഹയർ എന്ന് പറയുന്നത്. അപ്പൊ N1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ N2 ആയിരിക്കും. അതേപോലെ തന്നെ V1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ V2 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ലിസ്റ്റ് ദ ഡിഫറെന്റ് AC motors with brief description. Also mention some of the applications of each type. ഓക്കെ, കുറച്ച് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് AC മോട്ടോഴ്സുകൾ ഏതാണെന്നും അവയുടെ ഒരു ചെറിയൊരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ. നമുക്കൊരു 3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് ആവശ്യമില്ല. അതേപോലെ തന്നെ അതിന്റെ ഓരോ ആപ്ലിക്കേഷൻസുമാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു AC മോട്ടോർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഫിനോമിന വഴി ഒരു ആൾട്ടർനേറ്റിംഗ് കറന്റിനെ ഒരു മെക്കാനിക്കൽ പവർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസ് ആണ് AC മോട്ടോർ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഒരു ആൾട്ടർനേറ്റിംഗ് കറന്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു മോട്ടറിനെ പവർ, അതായത് മോട്ടറിലേക്ക് കൊടുക്കുന്നത് ഒരു ആൾട്ടർനേറ്റിംഗ് കറന്റ് ആണ്. ഇൻപുട്ട് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഒരു AC ആണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഡിഫറെന്റ് പാർട്ടുകളാണ് നമുക്ക് വരുന്നത്. ഇവിടെ നോക്കൂ, എൻബെല്ലുകൾ വരുന്നുണ്ട്, വയറിംഗ് കവേഴ്സ് വരുന്നുണ്ട്, മോട്ടോർ കേസിംഗ് വരുന്നുണ്ട്, നമുക്കൊരു സ്റ്റേറ്റർ ഉണ്ട്, അതായത് സ്റ്റേബിൾ ആയിട്ട് നമുക്ക് സ്റ്റേഷനറി ആയിട്ടൊരു പാർട്ട് സ്റ്റേറ്റർ വരുന്നുണ്ട്, റൊട്ടേറ്റിംഗ് പാർട്ട് ആയിട്ടുള്ള റോട്ടർ വരുന്നുണ്ട്, ഫാൻ പ്ലേറ്റ്സുകൾ, ബിയറിംഗ്സ്, അങ്ങനെ ഒരുപാട് പോർഷൻസുകൾ കണക്ട് ചെയ്തിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഒരു AC മോട്ടോർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൽ കൂടുതൽ ഡീറ്റെയിൽ ഡിസ്കഷനിലേക്ക് നമ്മൾ പോകുന്നില്ല. ഓക്കെ, അപ്പൊ ഒരു 3 മാർക്ക് ക്വസ്റ്റൻ ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോകുന്നേ ഉള്ളൂ. ഓക്കെ, ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു ആൾട്ടർനേറ്റിംഗ് കറന്റ് അല്ലെങ്കിൽ ഒരു AC മോട്ടറിന്റെ പ്രിൻസിപ്പിൾ എന്താന്നുള്ളതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഈ ഒരു പ്രിൻസിപ്പിൾ അനുസരിച്ച് ഒരു ഫ്ലക്ച്വേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്, മോട്ടറിനകത്ത് വരുന്ന ആ ഒരു ഫ്ലക്ച്വേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുന്നുണ്ട്? ആ കണ്ടക്ടറിൽ, റോട്ടറിൽ ഉണ്ടാകുന്ന കണ്ടക്ടറിൽ ഒരു ഇലക്ട്രിക് കറന്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്താണ്? ആ റോട്ടറിനെ റൊട്ടേറ്റ് ചെയ്യുന്നതിന് കാരണമാവുകയാണ്. അപ്പൊ ആൾട്ടർനേറ്റിംഗ് കറന്റ്, അപ്പൊ നമ്മൾ പറഞ്ഞു റോട്ടറിൽ ഉണ്ടാകുന്ന എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കറന്റ്, ഒരു ഇലക്ട്രിക് കറന്റിനെ ജനറേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റേറ്ററിൽ വരുന്ന ആൾട്ടർനേറ്റിംഗ് കറന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു സ്റ്റേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മോട്ടറിൽ ഉണ്ടാകുന്ന ഒരു സ്റ്റേഷനറി പാർട്ടാണ്. അത് ആ ഒരു ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഇന്ററാക്ട് ചെയ്യുകയും അതൊരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. അത് ആ റോട്ടറിനെ ഡ്രൈവ് ചെയ്യിക്കുകയുമാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഒരു AC മോട്ടോർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ഡിഫറെന്റ് ടൈപ്സുകൾ നോക്കാം. AC മോട്ടോർ മെയിൻ ആയിട്ട് നമുക്ക് സിൻക്രണസ് മോട്ടറും അതുപോലെ തന്നെ ഇൻഡക്ഷൻ മോട്ടറും ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇൻഡക്ഷൻ മോട്ടർ നമുക്ക് സിംഗിൾ ഫേസും 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സും ആണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. ഇനി ഓരോന്നും എന്താന്നുള്ളത് നമുക്ക് ജസ്റ്റ് റഫ് ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ അതിന്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സിൻക്രണസ് മോട്ടർ ആണ്, അല്ലെ? അപ്പൊ സിൻക്രണസ് മോട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക്കൽ എനർജിനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും അത് സിൻക്രണസ് സ്പീഡിൽ ഓപ്പറേറ്റ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് റേറ്റഡ് സ്പീഡാണ് നമുക്ക് സിൻക്രണസ് സ്പീഡ് എന്ന് പറയുന്നത്. ആ ഒരു ഇൻഡക്ഷൻ കറന്റ് നമുക്ക് ഇവിടെ ആവശ്യം വരുന്നില്ല. നമ്മൾ പറഞ്ഞു 2 ടൈപ്സ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. അതിൽ ഇൻഡക്ഷൻ മോട്ടറും വരുന്നുണ്ട്, സിൻക്രണസ് സ്പീഡ് മോട്ടറും വരുന്നുണ്ട്, അല്ലെ? അപ്പൊ സിൻക്രണസ് മോട്ടറിൽ നമുക്കൊരു ഇൻഡക്ഷൻ കറന്റിന്റെ ആവശ്യം വരുന്നുണ്ട്, അത് പ്രോപ്പർ ഫംഗ്ഷനിങ് വേണ്ടിയിട്ട്. ഇൻഡക്ഷൻ മോട്ടറിൽ എങ്ങനെയാണ്? നമ്മൾ ഇതിൽ മൾട്ടി ഫേസ്
ഇലക്ട്രോ മാഗ്നറ്റ്സുകളാണ് നമുക്ക് സ്റ്റേറ്ററിൽ വരുന്നത്. അതൊരു സ്പിന്നിങ് മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു സിൻക്രണസ് മോട്ടോർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഒരു AC ഫോർമുല, സിൻക്രണസ് മോട്ടറിന്റെ ഒരു ഫോർമുല എന്ന് പറയുന്നത് NS is equal to 120 F/P ആണ് വരുന്നത്. NS എന്ന് പറയുന്നതാണ് നമുക്ക് ആ ഒരു സിൻക്രണസ് സ്പീഡ് എന്ന് പറയുന്നത്. F എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു ലൈൻ വോൾട്ടേജ് ഫ്രീക്വൻസി ആണ് വരുന്നത്. P എന്ന് പറയുന്നത് നമ്പർ ഓഫ് പോൾസുകളാണ് വരുന്നത്. ഓക്കെ, ഇതാണ് ആ ഒരു സിൻക്രണസ് സ്പീഡിന് വരുന്ന ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മെഷീൻ നമുക്കൊരു ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഫിനോമിന യൂസ് ചെയ്ത് ഇലക്ട്രിക്കൽ എനർജിനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസ് ആണ് ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറയുന്നത്. ഇവിടെ ഓരോ കോയിൽ, റോട്ടറിലുള്ള ഓരോ കോയിലും ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കുകയാണ്. കാരണം എന്താണ്, അതിന്റെ ആ ഒരു റോട്ടർ വൈൻഡിങ്ങിന്റെ ആർക്കിടെക്ചർ തന്നെ അതുപോലെ തന്നെയാണ് വരുന്നത്. ഈ റോട്ടർ ഷോർട്ട് സർക്യൂട്ട് കോയിൽ എന്ത് ചെയ്യുന്നുണ്ട്, മാഗ്നറ്റിക് ഫ്ലക്സിനെ സ്റ്റേറ്ററിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റുന്നതിനായിട്ട്, കട്ട് ചെയ്താകുന്നതിന് നമുക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇലക്ട്രിസിറ്റി ഇതിലൂടെ ഫ്ലോ ആവുകയാണ്. റോട്ടർ കോയിലൂടെ ഫ്ലോ ആകുമ്പോൾ ഈ കോയിൽ എന്താകുന്നുണ്ട്, ഷോർട്ട് സർക്യൂട്ട് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് 2 ടൈപ്സ് ആണ് വരുന്നത്. ഒന്ന് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറും വരുന്നുണ്ട്, അതുപോലെ തന്നെ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറും വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ടൈപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, സിംഗിൾ ഫേസ് AC പവറിലാണ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ വർക്ക് ചെയ്യുന്നത്. കൂടുതലായിട്ട് നമുക്ക് വീടുകളിൽ ഉപയോഗിക്കുന്ന ഫാന്, എയർ കണ്ടീഷണർ, റെഫ്രിജറേറ്റർ, ഇതൊക്കെയാണ് സിംഗിൾ ഫേസ് AC മോട്ടോർ എന്ന് പറയുന്നത്. 3 ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് 3 ഫേസ് സപ്ലൈ ആയിരിക്കും നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. കൂടുതലായിട്ട് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിൽ വരുന്നുണ്ട്, കൺവെയർ സിസ്റ്റംസിൽ വരുന്നുണ്ട്, ഒരുപാട് ഹെവി മെഷീനറി സിസ്റ്റത്തിൽ, ഇതിലൊക്കെ നമ്മൾ ഈ പറയുന്ന 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സുകളാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാറ്. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ വാട്ടർ പമ്പ്, ഡ്രില്ല്, കുറെ ഹോം റിലേറ്റഡ് ആപ്ലിക്കേഷൻസിൽ വരുന്നുണ്ട്. ഡൊമസ്റ്റിക് ആപ്ലിക്കേഷൻസുകളായിട്ടുള്ള റെഫ്രിജറേറ്റർ, നമ്മൾ പറഞ്ഞ പോലെ വാഷിംഗ് മെഷീൻ, ഗ്രൈൻഡേഴ്സ്, അതേപോലെ AC മോട്ടോർ നമ്മൾ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്, കംപ്രസേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക് കാറുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് കുറെ ആപ്ലിക്കേഷൻസുകളായിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി അടുത്തതാണ് derive the expression for average value of a sinusoidal waveform. ഒരു സൈനസോയിഡൽ വേവ് ഫോമിന്റെ ആവറേജ് വാല്യൂനുള്ള ആ ഒരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു സൈനസോയിഡൽ വേവ് ഫോമിന്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് സൈക്കിൾ, അതായത് 1 complete cycle is 0 as 2 halves cancel, അതായത് 2 ഹാഫ് സൈക്കിളുകൾ ക്യാൻസൽ ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ആവറേജ് അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് സൈക്കിൾ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 0 ആണ്. അപ്പൊ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് എടുക്കുന്നതാണ് ആ ഒരു ഹാഫ് സൈക്കിൾ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെയാ വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നോക്കൂ, ആവറേജ് വാല്യൂ I is equal to നമുക്കറിയാം Im sin omega t എന്നുള്ള ഇക്വേഷൻ ആണ്. അപ്പൊ ആവറേജ് വാല്യൂ നമ്മൾ പറഞ്ഞെടുക്കുന്നത് 1/π ആണ് എടുക്കുന്നത്, അല്ലെ? ഒരു ഹാഫ് സൈക്കിൾ ഉള്ള രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ പറഞ്ഞ പോലെ, അതായത് ഫുൾ സൈക്കിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സെക്കൻഡ്, ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ഹാഫ് സൈക്കിൾ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിപ്പോ നമുക്ക് ഇവിടെ ഒരു ഹാഫ് സൈക്കിൾ, ഇവിടെ ഒരു ഹാഫ് സൈക്കിൾ വരുന്നുണ്ട്. ഇത് രണ്ടും നമ്മൾ കൺസിഡർ ചെയ്തതിന് രണ്ടും ക്യാൻസൽ ആയിട്ട് പോകും. അതുകൊണ്ട് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രമാണ് നമ്മൾ എടുക്കുന്നത്, അതായത് 0 to π എന്നുള്ള വാല്യൂ ആണ് എടുക്കുന്നത്. സോ 1/π 0 to π I d omega t ആണ്. ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് Im sin omega t ആണ്. അത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ 0 to π നമ്മൾ അതിന് d omega t നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. അപ്പൊ Im/π വരും ഇൻറ്റു sin omega t നെ എനിക്ക് ഇന്റഗ്രേറ്റ് ചെയ്താൽ മൈനസ് കോസ് ഒമേഗ ടി ആണ്. 0 to π ആണ് ലിമിറ്റ് വരുന്നത്. സോ Im/π മൈനസ് കോസ് ഒമേഗ ടി 0 to π വരുന്നുണ്ട്. ഞാൻ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. മൈനസ് കോസ് പൈ മൈനസ് ഓഫ് കോസ് 0 വരും. മൈനസ് കോസ് പൈ എന്ന് പറഞ്ഞാൽ എനിക്ക് -1 ആണ്. അപ്പോൾ ഓൾറെഡി മൈനസ് ഇവിടെ ഉണ്ട്. മൈനസ് ഓഫ് മൈനസ് എന്ന് പറയുന്നത് 1 ആണ്. പ്ലസ് ഇവിടെ മൈനസ് ഓഫ് മൈനസ് വരും. കോസ് 0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 ആണ്. സോ Im/π ഇൻറ്റു 2 വരും, അല്ലെ? സോ എനിക്ക് വരുന്ന I ആവറേജിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 2Im/π ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഒരു സൈനസോയിഡൽ വേവിൽ വരുന്ന I ആവറേജിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2Im/π ആണ്. ഇതേപോലെ തന്നെ വോൾട്ടേജ് ആണെങ്കിൽ എന്ത് വരും? V ആവറേജ് is equal to 2Vm/π ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്കൊരു ആൾട്ടർനേറ്റിംഗ് കറന്റ് സൈനസോയിഡൽ വേവിന്റെ ആവറേജ് വാല്യൂനുള്ള ഒരു ഡെറിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ഡിറൈവ് ദ റിലേഷൻ ബിറ്റ്വീൻ ലൈൻ ആൻഡ് ഫേസ് കറന്റ് ഇൻ എ 3 phase ഡെൽറ്റ കണക്റ്റഡ് സിസ്റ്റം. ഒരു 3 phase ഡെൽറ്റ കണക്റ്റഡ് സിസ്റ്റത്തിന് വരുന്ന ആ ഒരു ലൈൻ ആൻഡ് ഫേസ് കറന്റ് തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കാണാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സ്റ്റാർ കണക്ഷൻ എന്താണ്, ഡെൽറ്റ കണക്ഷൻ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡെൽറ്റ കണക്ഷന്റെ കാര്യം മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് ഈ പറയുന്ന IR, അതുപോലെ തന്നെ IY,
IR, IY, IB. Okay, IR, IY, IB. നോക്കൂ, IR, IY, IB. ഇത് മൂന്നും ലൈൻ കറന്റുകളാണ്. IRY, IYB, IBR എന്ന് പറയുന്നത് എന്താണ്? ഫേസ് കറന്റുകളാണ്. IYB, IBR, IRY എന്ന് പറയുന്നത് എന്താണ്? ഫേസ് കറന്റുകളും IR, IY, IB എന്ന് പറയുന്നതാണ് ഇതിൽ വരുന്ന ലൈൻ കറന്റുകളും. ഓക്കെ, ഈ ഒരു ഡെൽറ്റ കണക്ഷൻ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഫേസർ ഡയഗ്രത്തിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ ലൈനിലുള്ള കറന്റ് എന്ന് പറയുന്നത് അതിന്റെ വെക്റ്റർ ഡിഫറൻസിലാണ് നമുക്ക് വരുന്നത് അല്ലെ. ഫേസ് കറന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വെക്റ്റർ ഡിഫറൻസിലൂടെയാണ് നമുക്ക് വരുന്നത്. അപ്പൊ IR എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് വരുന്നത്? നോക്കൂ, IR എന്ന് പറയുന്നത് IBR മൈനസ് IRY വരും അല്ലെ. ഇതിന്റെ രണ്ടിന്റെയും കൂടി ഡിഫറൻസ് ആണ് വരുന്നത്. IBR മൈനസ് IRY വരും. അതേപോലെ ഓരോന്നും അല്ലെ, IY എന്ന് പറയുന്നത് എന്താണ്? IRY മൈനസ് IYB ആണ് വരുന്നത്. ഓക്കെ, IRY മൈനസ് IYB വരും. അതേപോലെ തന്നെ അടുത്തത് IB എന്ന് പറയുന്നത് എത്രയാണ്? IYB മൈനസ് IBR വരുന്നത്. അതായത് ഇവിടെയാണ് നമുക്ക് വരുന്ന IB എന്ന് പറയുന്നത്. അപ്പൊ ഇവർ തമ്മിലുള്ള വെക്റ്റർ ഡിഫറൻസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ്, ആ ഒരു കറന്റിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ആ ഒരു പാരലോഗ്രാം ലോ ഓഫ് വെക്ടേഴ്സ് നമുക്ക് അറിയാവുന്നതാണ്. സോ അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്ത് നമ്മൾ ആ ഒരു ഇക്വേഷൻ കൊടുക്കുകയാണ്. IR is equal to I square BR plus IR square RY plus 2 IBR RY into cos 60 ആണ് വരുന്നത്. അതായത് IR ന്റെ കേസാണ് ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്നത് അല്ലെ. റൂട്ട് ഓഫ് I square B മൈനസ് അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താവും? ഈ ഒരു സിസ്റ്റം ബാലൻസ് ആണെന്നാണ് നമുക്ക് പറയുന്നത്. അപ്പൊ ഈ ഒരു സിസ്റ്റം ബാലൻസ്ഡ് ആകുമ്പോൾ നമുക്ക് എന്ത് വരും? ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ആ ഒരു സിസ്റ്റം ബാലൻസ്ഡ് ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ IRY എന്തൊക്കെയാണ് വരുന്നത്? IRY, IBR, IYB which is equal to IPH എന്നുള്ളത്, അതായത് ഫേസ് കറന്റ് ആയിട്ട് നമ്മൾ അതിനെ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ തൊട്ട് പ്രീവിയസ് ഇതിലുള്ള ഇക്വേഷൻ നമുക്ക് എങ്ങനെയാണ് വരുന്നത്? IR is equal to IBR-നും IBക്കും വരെ എന്താ ഞാൻ കൊടുക്കുന്നത്? IPH, അതായത് ഫേസ് കറന്റ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. സോ I square PH plus I square PH plus 2 I square PH cos 60 ആണ് കിട്ടുന്നത്. ഓക്കെ, അതേപോലെ തന്നെ IRY, IY, IB is equal to I line, അതായത് ലൈൻ കറന്റ് ആയിട്ടാണ് ഞാൻ ഇതിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ IL is equal to √3 IPH ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ലൈൻ കറന്റ് which is equal to എത്രയാണ് കിട്ടുന്നത്? √3, അതായത് ഇതിനെ എടുക്കുമ്പോൾ എനിക്ക് എത്രയാണ് വരുന്നത്? √3 IPH ആണ് എനിക്ക് കിട്ടുന്നത്. ഇപ്പൊ ന്യൂട്രൽ പോയിന്റുകൾ നമുക്ക് ഈ പറയുന്ന ഡെൽറ്റ കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഫേസ് കറന്റും അതുപോലെ തന്നെ ഫേസ് വോൾട്ടേജും ലൈൻ വോൾട്ടേജും എങ്ങനെയാണ്? നമുക്ക് ഈക്വൽ ആണ്. കാരണം എന്താണ്? ഇവിടെ നമുക്ക് ന്യൂട്രൽ പോയിന്റ് വരുന്നില്ല. സോ VL is equal to VPH ഉം കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ IL is equal to square root of 3 IPH ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് ഡെൽറ്റ കണക്ഷനിൽ വരുന്ന ലൈൻ കറന്റും ലൈൻ വോൾട്ടേജും തമ്മിലുള്ള ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഒരു സീരീസ് സർക്യൂട്ടിൽ നമുക്ക് R ന്റെ വാല്യൂ തന്നിട്ടുണ്ട്, L തന്നിട്ടുണ്ട്, C തന്നിട്ടുണ്ട്, കപ്പാസിറ്റൻസ് വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, സപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജും ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. സിംഗിൾ ഫേസ് ആണ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇംപിഡൻസ് ആണ്. ഓക്കെ, അപ്പൊ ഒരു 3 മാർക്കിനൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് Z ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. Z കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം സ്ക്വയർ റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് XL മൈനസ് XC ഹോൾ സ്ക്വയർ ആണ് വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഒരു RLC സീരീസ് സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ XL-ഉം XC-യും കാൽക്കുലേറ്റ് ചെയ്യണം. XL ന്റെ ഇക്വേഷൻ നമുക്കറിയാം 2πfL ആണ്. XC എന്ന് പറഞ്ഞാൽ 1/2πfC ആണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻസ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് XL കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് 2π × F എന്ന് പറഞ്ഞാൽ 50 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. L ന്റെ വാല്യൂ 0.1H ഹെൻറി ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് XL 47.13 ഓം കിട്ടുന്നുണ്ട്. അടുത്തത് കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ് XC എന്ന് പറയുന്നത്. കപ്പാസിറ്റീവ് റിയാക്ടൻസിന്റെ ഇക്വേഷൻ ആണ് 1/2πfC ആണ്. വാല്യൂസ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അതെനിക്ക് എന്ത് വരുന്നുണ്ട്? 31.83 ആണ്. അപ്പോൾ ഒരു RLC സീരീസ് സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ Z is equal to square root of R square plus XL minus XC whole square ആണ്. R ന്റെ വാല്യൂ നമുക്കറിയാം 12 ആണ്. അത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 12 സ്ക്വയർ പ്ലസ് XL ന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടിയത്? 47.13 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മൈനസ് 31.8 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന XC യുടെ വാല്യൂ അല്ലെ. അത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഹോൾ സ്ക്വയർ ആണ്. അത് എനിക്ക് എത്ര വരുന്നത്? 12 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 144 ആണ്. ഇത് ഞാൻ സബ്ട്രാക്ട് ചെയ്ത് എനിക്ക് കിട്ടുമ്പോൾ 238 ആണ്. സോ അതിന്റെ ഫൈനൽ ആൻസർ ആയിട്ട് എനിക്ക് കിട്ടുന്ന ഇംപിഡൻസ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 19.4 ഓം ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ മൊഡ്യൂൾ 1 and 2 നിന്ന് പാർട്ട് A എന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അടുത്തൊരു വീഡിയോയിലായിട്ട് നമുക്ക് കാണാം. Thank you.